My whole life I just wanted to be somebody to be. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, 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 I just wanna be great. Yeah, I just wanna be great. Yeah, I just wanna be great. Yeah, yeah, AyeAuto ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ റിസ്വാൻ. റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ 650 ഇത് എൻ്റെ ബൈക്കാണ്. റോയൽ എൻഫീൽഡ് ബൈക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു ബൈക്ക് എന്നതിലുപരി ഒരു വികാരമായി കാണുന്നവരാണ് നമ്മളിലേറെയും. ആ ഒരു വികാരം ശരിക്കും ആളിക്കത്തിച്ച ബൈക്കുകളിൽ ഒന്നാണ് ഇൻ്റർസെപ്റ്റർ 650 എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡയലോഗ്സൊക്കെ ഇൻ്റർസെപ്റ്റർ 650യുടെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി. ഒരു ഇൻട്രോ പഞ്ചിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയത് എങ്കിലും ശരിക്കും ഒരു വികാരമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു റൈഡായിരുന്നു അത്. പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് പോയി ഒരെണ്ണം അങ്ങ് സ്വന്തമാക്കി. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 2.5 വർഷത്തോളമായി. ഇതുവരെ 9,000 കിലോമീറ്റർ 9,000 കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിയിട്ടുള്ളൂ. കോവിഡും വർക്ക് ഫ്രം ഹോമും ഒക്കെ ആയിട്ട് ഓട്ടം വളരെ കുറവായിരുന്നു. പലപ്പോഴായി കരുതിയിട്ടുണ്ടായിരുന്നു ഒരു യൂസർ റിവ്യൂ ഒക്കെ ചെയ്യണമെന്നുള്ളത്. പക്ഷേ യൂസേജ് കുറവായതുകൊണ്ടും ഓഡോമീറ്റർ റീഡിംഗ് ഒക്കെ കുറവായതുകൊണ്ടും കുറച്ചുകൂടി ഓടിയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലിരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയും അത് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല, കാരണം ഇവൻ എൻ്റെ കയ്യിൽ നിന്നും പോവുകയാണ്. വിഷമമുള്ള കാര്യമാണ്. എങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫെയർവെൽ വീഡിയോ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതുവരെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും എനിക്ക് കിട്ടിയ പണികളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഉള്ള ഒരു യൂസർ റിവ്യൂ. ഏതായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയും AyeAuto ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക. റോയൽ എൻഫീൽഡ് ഒരു 650cc ട്വിൻ സിലിണ്ടർ എഞ്ചിനും ഒക്കെ ആയിട്ട് ഒരു ബൈക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ 650 ട്വിൻസ് ഇൻ്റർസെപ്റ്റർ 650 GT 650 എന്നീ 2 മോഡലുകളുമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഉറ്റുനോക്കപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നില്ല. ഒരു പക്ഷേ അത്ര വലിയൊരു റോയൽ എൻഫീൽഡ് ആരാധകനല്ലാത്തത് കൊണ്ടാവണം ഞാൻ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നില്ല. പക്ഷേ ഇത് ഓടിക്കുന്നത് വരെ, കാരണം ഒരു മുൻധാരണ ഉണ്ടായിരുന്നു പഴയ ക്ലാസിക് 50 അല്ലെങ്കിൽ 500 പോലെ നല്ല വൈബ്രേഷനും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു വാഹനമാണ് എന്നുള്ളൊരു മുൻധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഓടിച്ചപ്പോൾ എന്നെ ശരിക്കും ഫ്ലാറ്റാക്കുകയും അല്ലെങ്കിൽ ഭയങ്കര ഇമ്പ്രസ് ചെയ്യുകയും ചെയ്ത ഒരു വാഹനമായിരുന്നു ഇത്. നല്ല പവറും നല്ല പവർ ഡെലിവറി, നല്ല ടോർക്കും, ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാവുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കണ്ണു അടച്ചു പോയി ഒരെണ്ണം ബുക്ക് ചെയ്യുകയും സ്വന്തമാക്കുകയും ഒക്കെ ചെയ്തത്. കാരണം ആ ഒരു വിലയ്ക്ക് അന്ന് ലോഞ്ച് പ്രൈസ് ഏകദേശം 2.5 ലക്ഷം രൂപയായിരുന്നു. ആ ഒരു വിലയ്ക്ക് ഒരു 650cc ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു അബ്സല്യൂട്ട് വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ആയിരുന്നു നമുക്ക് ഇൻ്റർസെപ്റ്റർ 650 നൽകിയിരുന്നത്. എനിക്ക് ഇതുവരെ കിട്ടിയ പണികളിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. 2 അവസരങ്ങളിൽ എന്നെ വഴി കടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് സെൻസറിന് ഒരു കംപ്ലയിൻറ്റ് വരികയുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് സ്റ്റാൻഡ് സെൻസർ കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി ഓണാക്കി അല്ലെങ്കിൽ സ്റ്റാർട്ടൊക്കെ ആവും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ എൻഗേജ് ആകുമ്പോൾ തന്നെ വണ്ടി ഓഫാവും. സോ അത് വണ്ടി ഡിറ്റക്ട് ചെയ്യുന്നത് സൈഡ് സ്റ്റാൻഡ് എൻഗേജ്ഡ് ആണ്. സോ അതുകൊണ്ട് വണ്ടി മൂവ് ചെയ്യില്ല എന്നുള്ളൊരു സേഫ്റ്റി ആസ്പെക്റ്റിൽ ചെയ്ത കാര്യമാണ്. പക്ഷേ ഒരു സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് കാരണം നമ്മൾ വഴി കടന്നുപോയി. പിന്നെ അതിന് വേണ്ടിയിട്ട് റോഡ് സൈഡ് അസിസ്റ്റൻസിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അവർ വന്ന് വണ്ടി നോക്കി, ആദ്യം അത് കേബിൾ ഊരിയിടാനൊക്കെ നോക്കി, നടന്നില്ല. പിന്നെ അതിൻ്റെ ടോയിങ് ട്രക്ക് വന്നു, വണ്ടി കയറ്റിക്കൊണ്ട് പോയി. അങ്ങനെ എൻ്റെ ഒരു ഹാഫ് ഡേ പോയി കിട്ടി. റോഡ് സൈഡ് അസിസ്റ്റൻസൊക്കെ വിളിച്ച് റെസ്പോൺസിനൊക്കെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരക്കുകൊണ്ടാവണം, എങ്കിലും അത്തരത്തിലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ശരിക്കും ആ ഒരു അവസരത്തിലുണ്ടായി. ശരിക്കും ഒരു 10-15 മിനിറ്റത്തെ പണിയേ ഉള്ളൂ, പക്ഷേ നമ്മൾ ശരിക്കും പെട്ടുപോയൊരവസരമായിരുന്നു അത്. പിന്നെ രണ്ടാമത് പറ്റിയൊരു കേസ് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയിട്ടുള്ളൊരു കേസ്. ഇൻ്റർസെപ്റ്റർ 650 ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം, പക്ഷേ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കി ഇട്ടിട്ട് വണ്ടി വണ്ടി ഓൺ ആക്കണ്ട, ഇഗ്നീഷൻ ഓൺ ആക്കി ഇട്ടിട്ട് വെറുതെ നിൽക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവും. നമ്മളിപ്പോൾ ഏതെങ്കിലും സിഗ്നലൊക്കെ പോയി നിർത്തിയിട്ട് വണ്ടി ഓഫാക്കും, പക്ഷേ ഇഗ്നീഷൻ ഓൺ ആയി കിടക്കുന്ന ഒരു അവസരത്തിൽ ഇതിൻ്റെ ഹെഡ് ലാംപ്സ് ഒക്കെ വർക്കിംഗ് ആയിട്ടാണ്, ഫുൾ ടൈം വർക്കിംഗ് ആയിട്ട് ഹെഡ് ലാംപ്സ് ആണല്ലോ. സോ ആ ഒരു അവസരത്തിലൊക്കെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. ഒരു 4-5 മിനിറ്റൊക്കെ ചിലപ്പം ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രെയിൻ ആവും. സോ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ
ഒരു പ്രാവശ്യം എൻ്റെ മകനെയും കൊണ്ട് ഫ്രണ്ടിലിരുത്തിക്കൊണ്ട് ഒരിടത്ത് പോയപ്പോൾ അവൻ ഇതുപോലെ ഇഗ്നിഷൻ ഓണാക്കിയിട്ടിരുന്നു, ഹോണൊക്കെ അടിച്ച് കളിച്ച് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആയിപ്പോയി. പിന്നെ അവിടെയും റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കേണ്ടി വന്നു. സോ അവർ വന്ന് ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റിയത്. സോ ആ 2 അവസരങ്ങൾ എനിക്ക് ശരിക്കും വഴി പെട്ടുപോയിട്ടുണ്ട്. പിന്നെ തോന്നിയിട്ടുള്ള മറ്റൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ റസ്റ്റിംഗ് ഇഷ്യൂസ്. പഴയ റോയൽ എൻഫീൽഡ് ബൈക്കുകളെ അപേക്ഷിച്ച് ക്വാളിറ്റിയിലുമാണെങ്കിലും ബിൽഡ് ക്വാളിറ്റിയിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുള്ള ബൈക്ക് തന്നെയാണ് തീർച്ചയായിട്ടും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു റസ്റ്റ് ഇഷ്യൂസ് ഇൻ്റർസെപ്റ്ററിലും ഉണ്ട്, എസ്പെഷ്യലി ഇതിൻ്റെ ആ ഒരു ബെൻഡ് പൈപ്പിൻ്റെ ഭാഗത്തായിട്ട്. സോ അത് അണ്ടർ വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. സോ ഞാനത് അണ്ടർ വാറണ്ടിയിൽ മാറി, ഈ അടുത്താണ് മാറിയതും. അതാണ് മെയിനായിട്ട് തോന്നിയിട്ടുള്ള കംപ്ലയിൻറ്റ്സ്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എനിക്ക് കിട്ടിയ കംപ്ലയിൻറ്റ്സ്. ഈ ഒരു 9000 കിലോമീറ്റേഴ്സ് ഓടിയ കാലഘട്ടത്തിൽ എനിക്ക് അനുഭവപ്പെട്ടുള്ള പോരായ്മകൾ. അല്ലെങ്കിൽ അതർവൈസ് വളരെ സ്മൂത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെയും അങ്ങനെ എന്താ പറയുക, ഒരു പവർ ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു സീരിയസ് ഇഷ്യൂസ് ആയിട്ടൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലുള്ളത്. ഇനി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെപ്റ്റർ 650 അല്ലെങ്കിൽ GT കോണ്ടിനെൻ്റൽ GT 650യിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ്. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണേഴ്സ്, ഈ ഇൻ്റർസെപ്റ്റർ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ട്വിൻസിൻ്റെ ഓണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ്. വളരെ എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻപുട്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. സോ ആ ഗ്രൂപ്പിൽ ഇതുവരെ അംഗമാകാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ അംഗമാകുക തീർച്ചയായിട്ടും. അതിൽ നമ്പേഴ്സ് അയച്ചു തന്നാൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അതിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള സജഷൻസും വളരെ നല്ല ഇൻപുട്സും ഒക്കെ ലഭിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. സോ അതിൽ പലപ്പോഴായിട്ടും പല രീതിയിലും പലരും പല തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യുകയും അതിനുള്ള അസിസ്റ്റൻസ് ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആളുകൾ കൊടുക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. സോ അതിൽ വന്നിട്ടുള്ള ഫീഡ്ബാക്കിനെ അല്ലെങ്കിൽ ഇഷ്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വോബ്ലിംഗ് ഇഷ്യൂ ഉണ്ട്. വോബ്ലിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി സ്ലോ സ്പീഡിലൊക്കെ പോകുമ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ വരാറുണ്ട്. അത് വേറൊന്നുമല്ല, ഇതിൻ്റെ ടയേഴ്സിൻ്റെയാണ്. ടയേഴ്സ് ഇതിൽ വരുന്നത് പിറേലി ടയേഴ്സാണ്. ഒരുപക്ഷെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ അത്രത്തോളം സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ടാവണം ഒരു ചെറിയൊരു തേയ്മാനമൊക്കെ വന്ന് തുടങ്ങി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ആവണം ഇതിന് ഈ ഒരു BS6 അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇതിൽ പിറേലി ടയേഴ്സ് മാറ്റിയിട്ട് CA ടയേഴ്സാണ് ഇപ്പോൾ കമ്പനി സ്റ്റോക്ക് ടയേഴ്സായിട്ട് വരുന്നത്. സോ അതിനൊരു പരിഹാര മാർഗ്ഗമായിട്ട് തീർച്ചയായിട്ടും ടയർ മാറുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമാണ്. എനിക്ക് അത്ര സീരിയസ് ആയിട്ട് വന്നിട്ടില്ല. എൻ്റെ ടയറിന് അത്യാവശ്യം നല്ല ത്രെഡ് ഉണ്ട്, അതുകൊണ്ടായിരിക്കണം സീരിയസ് ആയിട്ട് വന്നിട്ടില്ല. ഒരുപക്ഷെ ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളൊരു കോമൺ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ എന്ന് പറയാവുന്നത് ഇതിൻ്റെ ഫ്യൂവൽ ഗേജിൻ്റെ ഒരു എററാണ്. ഒരിക്കലും ഫ്യൂവൽ ഗേജിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് റിലേ ചെയ്യാം. പക്ഷേ കുറച്ചങ്ങ് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഫ്യൂവൽ ഗേജ് ഒരു തരം എന്താ പറയുക, DJയുടെ ഡിസ്കോ ബാസ് കിടന്ന് കളിക്കുന്ന പോലെയാണ്. ചിലപ്പം കയറി നിൽക്കും, ചിലപ്പോൾ താന്ന് നിൽക്കും. അത്തരത്തിൽ നമുക്ക് റിലേ ചെയ്യാൻ പറ്റത്തില്ല കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ റിസർവ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് എൻറ്റയർലി അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ. റോൾ ഓവർ സെൻസറിന് കംപ്ലൈൻ്റ് ആയിട്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അഗൈൻ വാറണ്ടി റീപ്ലേസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. സോ സെൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിലേയുടെ ഇഷ്യൂ കാരണം വണ്ടി പെട്ടെന്ന് ഓഫായി പോവുകയും അല്ലെങ്കിൽ പവർ ഓൺ ആവാതെയൊക്കെ തരത്തിലുള്ള ഇഷ്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റാർട്ടർ മോട്ടർ പലതവണ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വന്ന കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ത്രോട്ടിൽ ബോഡി ഇഷ്യൂ, അതായത് ഇതിൻ്റെ ഐഡ്ലിംഗ് സ്റ്റേറ്റിൽ RPM ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ എരച്ചരച്ച് നിൽക്കുന്ന ഒരു ബിഹേവിയർ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതും ഒരു കോമൺ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെയുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇത്രയധികം ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ ഒരു മോഡൽ ആയിരുന്നിട്ട് കൂടി പാർട്സിൽ പലതവണ ഷോർട്ടേജ് അനുഭവപ്പെടുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ടയേഴ്സ്, അതുപോലെ തന്നെ ബാറ്ററി. ഇപ്പോൾ ബാറ്ററിയൊക്കെ റീപ്ലേസ്മെൻറ്റ് വരുന്ന കേസിൽ കമ്പനി സർവീസ് സെൻറ്റർ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ ഷോറൂമിൽ കൊണ്ടുവെക്കുക, ബാറ്ററി വരുന്ന 1 മാസം എടുക്കും. സോ അതുവരെ റീപ്ലേസ്മെൻറ്റ് ഒന്നും തരില്ല, താൽക്കാലികമായിട്ട് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ല, അതുവരെയും വണ്ടി ഷോറൂമിൽ വെച്ചേക്കുക എന്നൊക്കെയാണ്. 1 മാസവും അത് ഉറപ്പൊന്നും പറയുന്നില്ല. സോ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ശരിക്കും റോയൽ എൻഫീൽഡ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കേസ് തന്നെയാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാവുന്ന കേസുകളാണ്. ഇതൊക്കെയാണ് പൊതുവേ കോമൺ ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഇഷ്യൂസ്.
എൻ്റെ അറിവിൽ വന്നിട്ടുള്ള ഇഷ്യൂസ്. ഇൻ്റർസെപ്റ്റർ അല്ലെങ്കിൽ GT ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ കൂടി കമൻസ് ആയിട്ടൊക്കെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ഇൻ്റർസെപ്റ്റർ 650 അല്ലെങ്കിൽ GT 650 എടുക്കാൻ പോകുന്നവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ചില മസ്റ്റ് ഹാവ് അപ്ഗ്രേഡ്സ്, വാഹനത്തിൽ ആഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം. ആദ്യം പറയേണ്ടത് ഇതിൻ്റെ സീറ്റ് തന്നെയാണ്. സീറ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്. ഒരു സ്ലോ സ്പീഡ് അല്ലെങ്കിൽ ഷോർട്ട് ജേർണീസിനൊക്കെ വളരെ ആപ്റ്റബിളായിട്ടും അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റൊക്കെ തന്നെയാണ്. അത്രത്തോളം വൈഡല്ല, സോ കുറച്ച് ബൾക്കായിട്ടുള്ളവർക്ക് ഒരു ബട്ടക്സിൻ്റെ സപ്പോർട്ട് അത്രത്തോളം മതിയാവാതെ വരും. സോ ഷോർട്ട് ജേർണീസിനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു കുറച്ച് ലോങ് ജേർണീസ് അല്ലെങ്കിൽ ഒരു ടൂറിങ്ങിനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സീറ്റ് അപ്ഗ്രേഡ് ചെയ്യുക, ടൂറിങ് സീറ്റിലേക്ക് പോവുക. അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് സീറ്റ് കൊടുക്കുന്ന ഒരുപാട് ഡീലേഴ്സും ആൾക്കാരൊക്കെ ഉണ്ട്. സോ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നല്ലൊരു സീറ്റ് അപ്ഗ്രേഡ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ മസ്റ്റ് ഹാവ് അപ്ഗ്രേഡ് എന്ന് പറയാവുന്നത് ഇതിൻ്റെ ക്രാഷ് ഗാർഡാണ്, അല്ലെങ്കിൽ ഒരു എൻജിൻ ഗാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ വണ്ടി നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ആരോഗ്യമുള്ള ആൾക്ക് പോലും പിടിച്ചാൽ കിട്ടണം എന്നില്ല, ഭയങ്കര പാടാണ്. ചരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിലത്ത് പോകുന്നൊരവസ്ഥയാണ്. സോ ഈ ഒരു ഗാർഡ് പലപ്പോഴും വണ്ടിക്കും അല്ലെങ്കിൽ എൻജിൻ സൈഡിന് വളരെ പ്രൊട്ടക്റ്റീവായിട്ട് വരുന്ന സാഹചര്യങ്ങൾ പല കേസുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ബാർസ് ഒരു സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ ക്രൂയിസിങ് പൊസിഷന് വേണ്ടിയിട്ട് ഒരു വളരെ സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പൊസിഷനാണ് സീറ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സോ ഒരു ലോങ് ടൂറിങ്ങിന് ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ആ ഒരു കൈക്ക് അത്രത്തോളം ഒരു റിലാക്സ്ഡ് അല്ലാത്തൊരു സ്റ്റേറ്റ് അനുഭവപ്പെട്ടേക്കാം. സോ അതുകൊണ്ട് തന്നെ ഒരു ഹാൻഡിൽ ബാർ റേസേഴ്സ് തീർച്ചയായിട്ടും സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആഡ് ഓൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പണികൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് കേട്ടുവരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയാവുന്നവ. ഇനി ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് കൂടി പറയാം. എൻ്റെ ഒരു യൂസേജിന് ഒരു 24 to 25 അല്ലെങ്കിൽ ഈവൻ 23 to 25 റേഞ്ചിലാണ് എനിക്ക് മൈലേജ് കിട്ടുന്നത് പെർ ലിറ്റർ. എൻ്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ മിക്സഡ് യൂസേജാണ്, ഹൈവേയും ഉണ്ട് സിറ്റി യൂസേജും ഒക്കെ ചേർന്ന ഒരു യൂസേജാണ്. ഇവിടെ ആ ഒരു റേഞ്ചിലാണ് ഫ്യൂൽ എഫിഷ്യൻസി. ഞാൻ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്തപ്പോഴൊക്കെ എനിക്കൊരു 29-30 അടുപ്പിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ക്രൂയിസിങ് സ്പീഡിൽ അല്ലെങ്കിൽ ഒരു ഓവർ സ്പീഡ് എടുത്തിട്ടുള്ള വണ്ടി ഓടിക്കുന്ന ആളൊന്നുമല്ല, അത്ര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഓടിക്കുന്ന രീതിയിലൊന്നുമല്ല. റിലാക്സ്ഡ് ആയിട്ട് നല്ല ഒരു ലീഗൽ സ്പീഡ് ലിമിറ്റ്സിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഓടിക്കുന്ന ഒരാളാണ്. എങ്കിലും 100 ടച്ച് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നല്ല. ആ ഒരു റേഞ്ചിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടും. ഇനി പ്രധാനമായിട്ടും ഇൻ്റർസെപ്റ്റർ ഓണേഴ്സും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറയാം. നമുക്കറിയാം റോയൽ എൻഫീൽഡ് ബൈക്കുകളിൽ പൊതുവേ അത്രത്തോളം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല നമുക്ക് പറഞ്ഞു കേട്ടത്. എന്തെങ്കിലും തരത്തിലുള്ള ചിലവുകളും ചെറിയ ചെറിയ പണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമെന്നറിയാം. അതായത് ഒരു ആനയെ മേയ്ക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഒരു ഇൻ്റർസെപ്റ്റർ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ബൈക്കുകൾ മേയ്ക്കേണ്ടി വരിക എന്നൊക്കെ പറയാറുണ്ട് പലരും. അത് കുറേയൊക്കെ വാസ്തവമാണ്. ഇൻ്റർസെപ്റ്റർ 650 കുറേ കൂടി ഭേദമാണ് പഴയ ചില ബൈക്കുകളെ അപേക്ഷിച്ചൊക്കെ. എങ്കിലും ഒരു വാറണ്ടി എക്സ്റ്റൻഷൻ പോസിബിൾ ആണെങ്കിൽ മാക്സിമം എടുക്കുക തന്നെ ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ വാറണ്ടിയിൽ കവറായി പോകും. അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസും കിട്ടുന്നെങ്കിൽ അത് മസ്റ്റായിട്ട് എടുക്കുക. കാരണം ഈ വണ്ടി ഒന്ന് തള്ളിയെടുത്ത് ഒരു പോയിന്റിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ആകുന്ന പോയിന്റിൽ നിന്ന് വർക്ക്ഷോപ്പിലോട്ടോ അല്ല അല്ലെങ്കിൽ നിയറസ്റ്റ് വർക്ക്ഷോപ്പിലേക്ക് തള്ളിക്കൊണ്ട് പോകാമെന്ന് വെച്ചാലും അതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെയിറ്റ് അത്രത്തോളമുണ്ട്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു പോളിസി ഉണ്ട്. ഈ അടുത്താണ് ഞാനത് മനസ്സിലാക്കുന്നത്. അതായത് സർവീസിൽ എന്തെങ്കിലും ഡ്യൂ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ജാനുവരിയിൽ സർവീസ് ഡ്യൂ വരുന്ന വെഹിക്കിൾ 1 year അല്ലെങ്കിൽ 10,000 kilometers ആണ് ഇതിൻ്റെ സർവീസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ. സോ ജാനുവരിയിൽ സർവീസ് ചെയ്യേണ്ട വണ്ടി ഒരു 2 months അല്ലെങ്കിൽ അതിന് മുകളിലൊരു ഡിലേ ഒക്കെ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാർച്ചിലോ ഏപ്രിലോ ഒക്കെയാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത് എങ്കിൽ കമ്പനിയുടെ പോളിസി പ്രകാരം അത് വാറണ്ടി എക്സ്റ്റൻഷന് എലിജിബിൾ അല്ല എന്നുള്ളതാണ്. സോ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ വാറണ്ടി എക്സ്റ്റൻഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ പോളിസി ആണോ എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ അതൊരു നമ്മളൊരു യൂസേഴ്സിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു ട്രാപ്പാണ് എന്ന് വേണമെങ്കിൽ തോന്നിയേക്കാം. വാറണ്ടി എക്സ്റ്റൻഷൻ പോസിബിൾ അല്ല. സോ അതായത് സർവീസ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഡ്യൂ വന്നാൽ മതി. വണ്ടി കറൻ്റ്ലി അണ്ടർ വാറണ്ടിയിലായിരിക്കാം, എന്നാലും ഓക്കെ ആയിരിക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ സർവീസ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഡ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസ് ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വാറണ്ടി എക്സ്റ്റൻഷൻ എലിജിബിൾ അല്ല. സോ അതറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രോപ്പറായിട്ട് തന്നെ സർവീസ് ചെയ്തുകൊണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തുകൊണ്ട് പോവുക. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
സോ ഇത്രയൊക്കെയാണ് ഇൻ്റർസെപ്റ്റർ 650യുടെ വിശേഷങ്ങൾ. എനിക്ക് ഓടിച്ചു കൊതി തീർന്നിട്ടോ അല്ലെങ്കിൽ ഓടിച്ചു മടുത്തിട്ടോ ഒന്നും അല്ല കൊടുക്കുന്നത്. ഇനി ഒരു നെക്സ്റ്റ് അപ്ഗ്രേഡിനെ കുറിച്ച് ആലോചിക്കേണ്ടതായി തോന്നുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിന് ഇത്രയധികം വർത്തായിട്ടുള്ള ഒരു ബൈക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. നിലവിൽ ഇൻ്റർസെപ്റ്റർ 650 ആവട്ടെ, GT 650 ആവട്ടെ, അതിന് പകരം വെക്കാൻ ആളില്ല എന്ന് തന്നെ പറയാം. ഇതിന് തുല്യം ഇത് മാത്രം എന്നേ പറയാനുള്ളൂ. സോ ഇൻ്റർസെപ്റ്റർ ഓണേഴ്സ്, ഇൻ്റർസെപ്റ്റർ അല്ലെങ്കിൽ GT 650 ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസോ ഫീഡ്ബാക്കോ ഒക്കെ തീർച്ചയായിട്ടും കമൻസിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. സോ അത്രയൊക്കെ തന്നെ. ഈ ഒരു വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻസായോ പേഴ്സണൽ മെസ്സേജായോ അറിയിക്കാൻ മറക്കണ്ട. ഓർമ്മപ്പെടുത്തുന്നു, ഇനിയും AyeAuto ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.